Hi, welcome to HB. നമുക്കറിയാം നമ്മുടെ റെയിൽവേ NTPC എക്സാംസ് വരാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലായിരിക്കും മിക്കവാറും എല്ലാവരും തന്നെ. നമ്മുടെ റെയിൽവേയുടെ എക്സാംസ് ഓൾറെഡി നമ്മൾ നവംബർ ഡിസംബറിൽ നടക്കാൻ പോവുക. ഇത് കൂടാതെ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് എക്സാമാണ് നമ്മുടെ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയുടെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാമിന് വേണ്ടി. അപ്പോൾ ഓൾറെഡി അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, എല്ലാവരും നല്ലപോലെ പ്രിപ്പറേഷനിലായിരിക്കും അതിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് എക്സാംസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി നമ്മൾ എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഫെബ്രുവരി ഹാഫ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാർച്ചിലായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിസംബറും ജനുവരി മൊത്തം കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 62 ഡേയ്സ് അവിടെ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ നവംബറുടെ ഹാഫത്തോളം നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഫെബ്രുവരിയുടെ ഒരു ഹാഫ് എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. സോ എങ്ങനെ നോക്കിയാലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90 ഡേയ്സോളം നമുക്ക് ഓൾമോസ്റ്റ് ഈ വരുന്ന NTPC എക്സാംസ് നമുക്ക് ഇനിയും പ്രിപ്പറേഷന് വേണ്ടി ബാക്കിയുണ്ട്. സോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് റീസെന്റിലേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ പോലും നമുക്ക് സ്റ്റിൽ എക്സാംസിന് വേണ്ടി ഇതിന്റെ ഒരു ഫസ്റ്റ് CBT1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം നല്ലൊരു സമയം ഇനിയും ബാക്കിയുണ്ട്. സോ നമുക്ക് ഈ വരുന്ന 90 ഡേയ്സിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോകാം. ഓൾറെഡി ജസ്റ്റ് ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിലും ഈവൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒന്നുകൂടി ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് ഒരു ഷെഡ്യൂളൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇനിയുള്ള 90 ഡേയ്സ് ഏറ്റവും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം, ഒരു പ്രോപ്പർ ഷെഡ്യൂൾ സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ നോക്കാൻ പോകുന്നത് 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ RRB NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. നിങ്ങൾക്കറിയാം NTPC എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചൊക്കെ ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് 3 സബ്ജക്ട്സ് മാത്രം പഠിച്ചാൽ മതി അല്ലെ. മാത്തമാറ്റിക്സ് പഠിക്കണം, റീസണിംഗ് പഠിക്കണം, ജനറൽ അവയർനെസ് പഠിക്കണം. നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, പെൻ ആൻഡ് പേപ്പർ അല്ല. ആൻഡ് നമുക്ക് 2 എക്സാംസ് ആണ് വരുന്നത്. ആദ്യം നമുക്കിപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ മോസ്റ്റ്ലി നമ്മളൊരു ഫെബ്രുവരി ഹാഫ് അല്ലെങ്കിൽ മാർച്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ എക്സാം CBT1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 നടക്കും. നമുക്ക് അതിൽ ഈ ഒരു 3 സെക്ഷൻസ് ആണ് വരുന്നത്. നമുക്ക് കാണാൻ പറ്റും 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ് നമുക്ക് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമ്മൾ തെറ്റായിട്ടുള്ളൊരു ആൻസർ മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കവിടെ 1/3 മാർക്കാണ് പോകുന്നത്. നമുക്കറിയാം യൂഷ്വലി ഒരുപാട് എക്സാംസിലും 1/4 ആണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒട്ടും കറക്കി കുത്തുക അല്ലെങ്കിൽ അങ്ങനെ ഗസ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ തെറ്റായിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്താൽ 1/3 നെഗറ്റീവ് ആണ് വരുന്നത്. സോ അതൊരു വലിയ മാർക്കാണ് നെഗറ്റീവിന്റെ ആംഗിളിൽ. ഇനി നമുക്ക് കിട്ടുന്ന ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 hour 30 minutes അല്ലെങ്കിൽ 90 minutes ആണ് നമുക്ക് ഈ 100 ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്. സോ എഗെയിൻ നമ്മുടെ റെയിൽവേ എക്സാംസിലേക്ക് വരുമ്പോൾ റെയിൽവേ എക്സാമിലുള്ള വേറൊരു സ്പെഷ്യൽ കേസ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വലി ബാക്കിയുള്ള എല്ലാ എക്സാംസും ഇപ്പോൾ SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് എക്സാംസ് എടുത്തു കഴിഞ്ഞാലും സെക്ഷൻസ് ഉണ്ട് നമുക്ക് അവിടെ. ഇപ്പോൾ സെക്ഷണൽ ടൈമിംഗ് ഇല്ലെങ്കിൽ പോലും ഇപ്പം SSCക്ക് സെക്ഷണൽ ടൈമിംഗ് ഇല്ല, പക്ഷെ സെക്ഷൻസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ബാങ്കിനാണെങ്കിൽ സെക്ഷണൽ ടൈമിംഗും വരുന്നുണ്ട്, സെക്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷൻസിൽ നമുക്ക് എപ്പം വേണമെങ്കിലും മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് ഇങ്ങനെയുള്ള സെഷൻസ് നമ്മൾ സ്വിച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ റെയിൽവേ എക്സാം ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ നടന്നിട്ടുള്ളപ്പോൾ നിങ്ങൾക്കറിയാം അങ്ങനെ സ്വിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഈ 100 ക്വസ്റ്റ്യൻസും മിക്സ് ചെയ്താണ് തരുന്നത്. അപ്പൊ അത് അങ്ങനെ മിക്സ് ചെയ്ത് തരുന്നതുകൊണ്ട് തന്നെ ഉള്ള ഒരു വലിയൊരു ഡ്രോബാക്ക് എന്താണ് ഈ ഒരു എക്സാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ട്. നമുക്കറിയാം യൂഷ്വലി ഇപ്പോൾ SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ SSC എക്സാം എഴുതുന്ന സമയത്ത് ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ഞാൻ GKക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യും, ഇംഗ്ലീഷിന് വേണ്ടി ഞാൻ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യും, മാത്സിന്റെ പോർഷന് വേണ്ടി ഞാൻ അവസാനം ഇത്രയും സമയം മാറ്റി വെച്ച് ഞാൻ മാത്സിന്റെ പോർഷൻ ആയിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും. അതേപോലെ ബാങ്ക് എക്സാംസ് ആണെങ്കിലും അവിടെ ഓൾറെഡി ആ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ റെയിൽവേ എക്സാമിന് മുമ്പുള്ള വർഷങ്ങളിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ടൈം ഇല്ല. നമുക്ക് കംപ്ലീറ്റ്ലി ഒരു മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന കാരണം നമുക്ക് ഈ സെക്ഷന് ഇത്രയും സമയം മാറ്റി വെക്കാം എന്നൊരു പ്രോസസ്സിലേക്ക് പോകാനേ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് നമ്മളൊരു ഓവറോൾ ടൈം മാനേജ്മെന്റ് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഓരോ സെക്ഷന് വേണ്ടിയുള്ള ഒരു ടൈം മാനേജ്മെന്റ് എന്ന ആംഗിളിലേക്ക് പോകാനേ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ്, അപ്പൊ നമുക്ക് പലർക്കും തോന്നുന്ന സമയം ഒരുപാടുണ്ടല്ലോ. ബാങ്ക് എക്സാം, SSC എക്സാംസിനൊക്കെ 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റല്ലേ ഉള്ളൂ. ഇവിടെ നമുക്ക് 90 minutes 1.5 hour 1.5 മണിക്കൂർ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതൊരു ഇഷ്യൂ വരത്തില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ആക്ച്വലി അങ്ങനെ അല്ല. നമ്മളത് എഴുതുന്ന സമയത്ത് നമ്മൾ അവിടെ കുറച്ചെങ്കിലും സ്ലോ ആണെങ്കിൽ നമുക്കത് ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്പീഡ് അറ്റൈൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ പ്രിപ്പറേഷനിൽ അതും വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എസ്പെഷ്യലി നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്.
ഇനി നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾക്കറിയാം ഈ ഒരു 3 സെക്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ക്വസ്റ്റിന്റെ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്സും റീസണിംഗ് നിന്ന് 30-30യും നമ്മുടെ ജനറൽ അവയർനെസ് ഡെഫിനറ്റ്ലി നമ്മുടെ എക്സാമിൽ നമുക്ക് സെലക്ട് ആവുമോ ഇല്ല എന്നുള്ളതിന്റെ ഡിസൈഡിങ് ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ല, നമ്മുടെ ഈ ജനറൽ അവയർനെസിന്റെ 40 ക്വസ്റ്റൻസ് ആയിരിക്കും ശരിക്കും നമ്മുടെ റാങ്കും പോസ്റ്റും ഒക്കെ തന്നെ സെലക്ഷൻ തന്നെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്കറിയാം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കുന്ന ഏരിയയിൽ നിന്ന് തന്നെ ക്വസ്റ്റൻസ് വരുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, നല്ല സ്കോറിലേക്ക് നല്ല പോസ്റ്റിലേക്ക് എത്താൻ പറ്റും. പക്ഷേ നമ്മളുടെ ഈ 2 ഏരിയാസ് അത്യാവശ്യം എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നല്ലപോലെ എഴുതും. നമ്മുടെ മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസിന്റെ ഏരിയ ആയിരിക്കും ശരിക്കും ഒരു ഡിസൈഡിങ് ഫാക്ടേഴ്സ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയും ഈ ഒരു ജനറൽ അവയർനെസ്സിനാണ്. ബിക്കോസ് അവിടെ നിങ്ങൾ ക്വസ്റ്റൻസും കൂടുതലാണ്, അതാണ് നമ്മുടെ ശരിക്കും റാങ്ക് ഒക്കെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഒരു Tier 1 അല്ലെങ്കിൽ നമ്മുടെ CBT 1 ആദ്യത്തെ എക്സാമിന്റെ പാറ്റേൺ ആണ്. ഈ ഒരു എക്സാം നമ്മുടെ ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഇതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും ഇതിന്റെ രണ്ടാമത്തെ എക്സാമിലേക്ക്, മെയിൻ എക്സാമിലേക്ക് അല്ലെങ്കിൽ CBT 2 കമ്പ്യൂട്ടർ ബേസ്ഡ് 2 എക്സാമിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഇനി അവിടേക്ക് പോകുമ്പോൾ അവിടുത്തെ എക്സാമിന്റെ ഒരു പാറ്റേൺ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടുത്തെ എക്സാമിന്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ CBT 2യുടെ എക്സാമിന്റെ പാറ്റേൺ. ഇവിടെയും നമുക്ക് ഒരു ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ ഒന്നും എക്സ്ട്രാ പഠിക്കാനില്ല. നമുക്കറിയാം SSC എക്സാം എടുത്താലും ബാങ്ക് എക്സാംസ് എടുത്താലൊക്കെ തന്നെ നമുക്ക് അവിടെ രണ്ടാമത്തെ എക്സാമിന് വേണ്ടി എക്സ്ട്രാ പഠിക്കാൻ എപ്പോഴും കാണും. ഇപ്പോൾ ബാങ്ക് എക്സാംസ് എടുത്ത നമുക്ക് രണ്ടാമത്തെ എക്സാം വരുമ്പോൾ അവിടെ ഒരു വലിയ ഏരിയ ജനറൽ അവയർനെസ്സിന് വേണ്ടി പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ പഠിക്കേണ്ടി വരും ചിലപ്പോൾ. അതേപോലെ തന്നെ CGL എക്സാംസിലേക്ക് വരുമ്പോഴും ചില ടോപ്പിക്സും ചില ഏരിയാസ് എക്സ്ട്രാ പഠിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേ സെയിം നമ്മുടെ മാത്തമാറ്റിക്സ്, റീസണിംഗ് ആൻഡ് ജനറൽ അവയർനെസ് അത് മാത്രമേ നമുക്ക് വീണ്ടും വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സെക്ഷൻസിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇനി ക്വസ്റ്റിന്റെ കൗണ്ടിൽ നമുക്ക് അവിടെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മാത്സും റീസണിങ്ങിലും ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് കൂടിയിട്ടുണ്ട്. 30 എന്നുള്ളത് 35 ആയിട്ടുണ്ട്. നമ്മുടെ ജനറൽ അവയർനെസ്സിൽ എഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും 40 എന്നുള്ളത് 50 ക്വസ്റ്റ്യൻ ആവുന്നുണ്ട്, 50 ക്വസ്റ്റ്യൻസ് ആവുന്നുണ്ട്. സോ അവിടെയും പിന്നെയും ക്വസ്റ്റ്യൻസ് കൂടുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരു +5 ആൻഡ് +10 ആണ് നമുക്ക് അവിടെ വരുന്നത്. ഇനി നമ്മുടെ മാർക്ക് നോക്കിയാലും സെയിം ഒരു മാർക്ക് വെച്ച് തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. ഇപ്പം 120 ക്വസ്റ്റ്യൻസ് ഉണ്ടായാണ് നമുക്ക് 120 മാർക്സ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതേ നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. സെയിം 1/3 മാർക്ക് തന്നെയാണ് നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് നമുക്ക് വരുന്നത്. 1/3 മാർക്ക് തന്നെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് വരും. ഇനി ടൈമിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുന്നത് കാരണം നമുക്ക് സമയം എക്സ്ട്രാ കിട്ടുന്നുണ്ടോ? സമയം ഒന്നും തന്നെ എക്സ്ട്രാ കിട്ടുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും 1.5 മണിക്കൂർ അതേ 90 മിനിറ്റ്സ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും എക്സാമിന് വേണ്ടി കിട്ടുന്നത്. സോ ക്വസ്റ്റ്യൻസ് അവിടെ 20 ക്വസ്റ്റ്യൻ കൂടുന്നുണ്ടെങ്കിലും നമുക്ക് സമയത്തിൽ ഒരു ഇൻക്രീസും കിട്ടുന്നില്ല. 90 മിനിറ്റ്സ് തന്നെയാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു 2 എക്സാം CBT 1 ആയാലും ശരി CBT 2 ആയാലും ശരി, ഇത് രണ്ടും തമ്മിൽ നമ്മൾ എക്സാംസ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 എക്സാംസിനും ഒരേപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് രണ്ടിന്റെയും സിലബസ് സെയിമാ, രണ്ടിന്റെയും സെക്ഷൻസ് സെയിമാ, എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ടി വരുന്നില്ല. ഇനി വേറെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ CBT 1 അത്യാവശ്യം സമയം കിട്ടുന്നുണ്ട്. നമ്മുടെ ഇതിന് മുമ്പുള്ള വർഷം NTPC എക്സാം നടന്നപ്പോഴും സെയിം ഇതേ പാറ്റേൺ ആയിരുന്നു. CBT 1 ഒരുപാട് സമയം ഉണ്ടായിരുന്നു. പക്ഷെ CBT 2 വന്ന സമയത്ത് നമുക്ക് അവിടെ സമയം കിട്ടിയത് ഡെഫിനറ്റ്ലി അവിടെ ടൈം കിട്ടിയായിരുന്നു. ബിക്കോസ് കാൻഡിഡേറ്റ്സ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് കോവിഡിന്റെ സമയമായതുകൊണ്ടും നമുക്ക് എക്സാം കുറച്ച് ലാഗ് ആയിരുന്നുകൊണ്ട് നമുക്ക് CBT 2 സമയം കിട്ടി. പക്ഷേ CBT 1 വെച്ച് CBT 2 കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് CBT 1 കിട്ടിയ ഒരു ടൈമിന്റെ 1/4 ഓഫ് ദ ടൈം പോലും CBT 2 മുമ്പായിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം അടുത്ത വർഷം ഇനി NTPC എക്സാംസ്, റെയിൽവേ എക്സാംസ് ഒക്കെ തന്നെ ഇതേപോലെ തന്നെ കണ്ടക്ട് ചെയ്യുന്നുള്ളതിന്റെ ഓൾറെഡി നമുക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് റെയിൽവേയുടെ സൈഡിൽ നിന്ന് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം സ്റ്റാർട്ട് ആയാൽ വളരെ പെട്ടെന്നായിരിക്കും എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ CBT 1 കഴിഞ്ഞാൽ പിന്നെ CBT 2 ആ ഒരു CBT 2 എക്സാമിന്റെ ഇടയ്ക്ക് 1 തൊട്ട് 2 ഇടയ്ക്ക് നമുക്ക് വലിയൊരു ഗ്യാപ്പ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ CBT 1 മാത്രമല്ല CBT 2 പ്രിപ്പറേഷനും ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴായാലും നിങ്ങൾ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോഴായാലും സിലബസ് കവർ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഈ CBT 1 പ്രിപ്പറേഷനും CBT 2 പ്രിപ്പറേഷനും പാരലായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഇതുവരെ ഇൻക്ലൂഡ് ചെയ്യാത്തവർ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഇനി പ്രിപ്പയർ ചെയ്യുന്നവർ അതേപോലെ തന്നെ 2 എക്സാമിനും കൂടി ഒരുമിച്ച് ഒരേപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനിയുള്ള 90 ഡേയ്സ് നമുക്ക് എക്സാമിന് ഓൾമോസ്റ്റ് 90 ഡേയ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ വരുന്ന 90 ഡേയ്സ് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, നമ്മുടെ ഒരു എക്സാമിന് വേണ്ടി എങ്ങനെ നമുക്ക് ഇനിയുള്ള 90 ഡേയ്സിൽ നമുക്ക് ആ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഓരോ ഡേയ്സ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പം ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ അവർ ആദ്യമേ ചെയ്ത് തുടങ്ങേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആദ്യമേ ബേസിക്സ് എന്ത് ചെയ്യുക നല്ലപോലെ കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു ചെറിയ സ്റ്റഡി പ്ലാൻ പോലെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങളിവിടെ കാണാൻ പറ്റും. ആദ്യം നമ്മുടെ കോൺസിന്റെ ഏരിയ നിങ്ങൾക്കറിയാം 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ CBT 1 വരുന്നത്. അടുത്ത റീസണിംഗ് വരുമ്പോൾ നമുക്ക് 30 ക്വസ്റ്റ്യൻസ് CBT 2 ആൻഡ് 40 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ അവയർനെസ്സിൽ നിന്ന് വരുന്നത്.
നമ്മുടെ ആ ഒരു പ്രിപ്പറേഷൻസ് തുടങ്ങുമ്പോൾ നമുക്കിപ്പോൾ ഡേ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ആദ്യം എന്ത് ചെയ്യുക, ഒരു ബേസിക്സ് കവർ ചെയ്യുന്നതിൻ്റെ മേളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ ടോപ്പിക്സിനും നിങ്ങൾ കാണാൻ പറ്റും. ചെറിയ ടോപ്പിക്സിനാണെങ്കിൽ ഒരു ദിവസം, വലിയ ടോപ്പിക്സിനാണെങ്കിൽ കുറച്ചും ബെറ്റർ ടോപ്പിക്സിനാണെങ്കിൽ 2 ദിവസം, അതുപോലെ തന്നെ കുറച്ചുകൂടി വലിയ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ മോർ ദാൻ 2 days കൊടുത്ത് നമ്മളത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമോ, ഏകദേശം നിങ്ങൾക്കൊരു ദിവസം മാത്സിന് വേണ്ടി അല്ലെങ്കിൽ കോൺസിന് വേണ്ടി മാത്രം ഓൾമോസ്റ്റ് 3 to 4 hours മാറ്റി വെക്കാൻ പറ്റും. സോ അങ്ങനെ മാറ്റി വെച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേ 1, ഡേ 2, ഡേ 3 എന്നൊരു ആംഗിളിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ കാണാൻ പറ്റും. ആ ഒരു ഓരോ ഡേ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് കവർ ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളൊരു ബേസിക്സ്, നിങ്ങൾക്കറിയാം നമ്മുടെ ആ ഒരു ഷെഡ്യൂൾ സിലബസിൻ്റെ അകത്ത് ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഇങ്ങനെ കുറേ ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. സോ വളരെ ചെറിയ ചെറിയ ഏരിയാസ് ആണ്. ഈ ഒരു ഏരിയാസ് ഒക്കെ തന്നെ എവിടെ കവർ ചെയ്യാൻ നോക്കുക, നമ്മുടെ ബേസിക്സിൽ കവർ ചെയ്യാൻ നോക്കുക. അതിനുശേഷം നമ്മുടെ ബോർഡം സിംപ്ലിഫിക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്പർ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. നമ്മൾ ഈ ഹോൾ നമ്പേഴ്സ് ഒക്കെ ഇവിടെ കവർ ചെയ്യുമ്പോൾ നമുക്കത് നമ്പർ സിസ്റ്റത്തിൽ അഗെയിൻ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. സോ നമുക്ക് ഡെഫിനറ്റ്ലി അത് അവിടെ കവർ ചെയ്യുമ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം HCF LCM വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ദെൻ ആവറേജും വളരെ ഈസി ആൻഡ് ചെറിയൊരു ടോപ്പിക്കാണ്. അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക, ലൈക്ക് പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡേയ്സ് വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ഇത് കൂടാതെ പിന്നെ ഏജസ്, പാർട്ട്ണർഷിപ്പ് വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ റേഷ്യോ ബേസ് ചെയ്തുള്ള ടോപ്പിക്സ് ആണ്. സോ അത് നമുക്ക് അവിടെ നിന്ന് കവർ ചെയ്യാം. ദെൻ ടൈം ആൻഡ് വർക്ക് കുറച്ചുകൂടി ബെറ്റർ ടോപ്പിക്. സോ നമുക്ക് അവിടെ ഒരു 2 days. പൈപ്സ് ആൻഡ് സിസ്റ്റം വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. സോ 1 day. ദെൻ ടൈം ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് അവിടെ ഒരു 2 days. പിന്നെ ട്രെയിൻ, ബോട്ട്സിന് ഓരോ ഡേയ്സ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഗൈൻ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. സോ 2 days. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ചെറിയ ചാപ്റ്റർ 1 day. ആൻഡ് ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആൻഡ് നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ ഇനിയുണ്ട്. അതാണ് നമ്മുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ മാത്സിന്റെ ഏരിയ കവർ ചെയ്യുന്നതിന്റെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഇനി റീസണിംഗിലേക്ക് വരുമ്പോഴും നിങ്ങൾക്കറിയാം അവിടെ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഫുൾ വീണ്ടും വായിക്കുന്നില്ല, നിങ്ങൾക്ക് അവിടെ ടോപ്പിക്സ് ക്ലിയർലി കാണാം. ആൻഡ് അത് എങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സിൻ്റെ ഒരു 2 days വെച്ച് തന്നെ നമുക്ക് കൊടുത്തു പോകാനുള്ള സമയം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടി ടൈം കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. സോ ആ ഒരു ടോപ്പിക്സിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും റീസണിംഗിന്റെ. ആൻഡ് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജനറൽ അവയർനെസ്, നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയവും വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനും ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നിങ്ങൾ ഈ ഒരു ജനറൽ അവയർനെസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട് നോട്ട്സ് ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്യാം. ബിക്കോസ് ഈ ഷോർട്ട് നോട്ട്സ് നമുക്ക് ആവശ്യമുണ്ട് മുമ്പിലോട്ട് പോകുമ്പോൾ റിവിഷൻ ചെയ്യാൻ. ബിക്കോസ് നിങ്ങൾക്കറിയാം GS എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ വളരെ വാസ്റ്റ് ഏരിയ. നമ്മൾ പഠിച്ച ഫുൾ നോട്ട്സ് വീണ്ടും വായിക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക. ഇത് കൂടാതെ അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വീക്ക്ലി റിവിഷൻസ് കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ തന്നെ വീണ്ടും അതിന്റെ റിവിഷൻസ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻറ്റ്. ക്യൂസ്, എസ്പെഷ്യലി അത് ക്യൂസ് ആയിട്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ബട്ട് ഡെയിലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പിക്കിന്റെ ക്യൂസുകൾ കണ്ടക്ട് ചെയ്യുക, ക്യൂസുകൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്കത് ഓർത്ത് വെക്കാൻ. സോ ഇങ്ങനൊരു വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സമയം 2 മണിക്കൂറോട്ട് നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും സമയം കൊടുത്ത് അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്, ലൈക്ക് നമ്മൾ ഇന്ന് ഒരു 4 മണിക്കൂർ ഇരുന്നു, നാളെ 1 മണിക്കൂർ ഇരുന്നു, അങ്ങനല്ല. ഡെയിലി 3 hours ആണ് കൊടുക്കുന്നത്, ഡെയിലി 3 hours. പക്ഷെ അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുത്ത് വേണം നിങ്ങൾ ഈ ഒരു ഏരിയ പ്രിപ്പയർ ചെയ്യാൻ. ബിക്കോസ് നിങ്ങൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ 2 ടോപ്പിക് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ടോപ്പിക്കിന് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഇനി ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ജസ്റ്റ് ടോപ്പിക്സ് മാത്രം കവർ ചെയ്ത് പോയാൽ മാത്രം പോരാ. നമ്മുടെ പ്രിപ്പറേഷൻ ശരിക്കും എത്രത്തോളം എഫക്റ്റീവ് ആണ്, നമ്മൾ പഠിച്ച ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണോ, അവിടുന്ന് ഏത് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്, ഇതെല്ലാം ക്ലിയർലി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോഴും ആ ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ 30 to 1 hour മാറ്റി വെക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യേണ്ട, ഒരു 10 questions വെച്ച് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾ ആ ചാപ്റ്റർ ബേസ് ചെയ്ത് ആയിരിക്കണം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പെർസെൻറ്റേജ് ചാപ്റ്റർ ഇന്ന് കവർ ചെയ്യുകയാണെങ്കിൽ ആ പെർസെൻറ്റേജ് എന്നുള്ള 10 to 15 questions കവർ ചെയ്യാൻ നോക്കുക. ആൻഡ് നിങ്ങളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. ആൻഡ് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത്, ബേസിക് ആണോ, ആപ്ലിക്കേഷൻസ് ആണോ, ഫോർമുലാസ് ആണോ, എങ്ങനെയുള്ള ഏരിയാസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഏതാണ്, അല്ലെ ഏത് ടോപ്പിക് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ലൈക്ക് നമ്മുടെ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് ആണോ, അത് നമ്മുടെ എലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണോ, അത് വളരെ ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജ് റിലേഷൻ ക്വസ്റ്റ്യൻസ് ആണോ, ഈ എന്താണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതും ഡെഫിനറ്റ്ലി നോട്ട് ചെയ്ത് നോക്കുക. സോ ദാറ്റ് നിങ്ങൾ ഇനി ഫ്യൂച്ചർ റിവിഷൻ ചെയ്യുന്ന സമയത്ത് അതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ ആ ക്വസ്റ്റ്യൻസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത്. ഇതിൻ്റെ ഒരു റിമൈനിങ് ഏരിയയിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ബാക്കി ഷെഡ്യൂളിലേക്ക് പോവുകയാണെങ്കിൽ, സ്റ്റഡി പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ നോക്കിയതിൻ്റെ കണ്ടിന്യൂഷൻ.
അപ്പോൾ നമ്മളവിടെ അഗെയിൻ നമ്മുടെ ആ ഒരു മാത്സിന്റെ പോർഷൻ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ സിമ്പിളും കോമ്പൗണ്ടും കണ്ടായിരുന്നു. അതിനുശേഷം സിമ്പിളും കോമ്പൗണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട്, അത് നോക്കുക. എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്, അത് നമ്മൾ 2 days കൊടുക്കുക. മീൻ മീഡിയൻ മോഡ് വളരെ ചെറിയൊരു ടോപ്പിക് ആണ്, അതിന്റെ മാക്സിമം ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. അഗെയിൻ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ നിങ്ങൾ അവിടെ പ്രാക്ടീസ് ചെയ്യുക. ഇതോടെ നമ്മുടെ അരിത്മെറ്റിക് ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും ഈ ഒരു പോയിന്റോടെ. അതിനുശേഷം നമ്മൾ പിന്നെ പോകുന്നത് അഡ്വാൻസ് മാത്സിന്റെ ഏരിയയിലേക്കാണ്. നമ്മുടെ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, മെൻസുറേഷൻ, ജോമെട്രി. അതിലും മെൻസുറേഷനിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് നമുക്ക് വന്നിട്ടുള്ളത്. റെയിൽവേ എക്സാംസ് നോക്കിയാൽ തന്നെ റെയിൽവേയുടെ ഏത് എക്സാം എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന ഒരു ഏരിയ ആണ് അഡ്വാൻസ് മാത്സിൽ മെൻസുറേഷൻ. സോ അതിന് വളരെയധികം സമയം കൊടുക്കുക. മെൻസുറേഷൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. മെൻസുറേഷൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിന് ട്രിഗ്നോമെട്രിയിലും ജോമെട്രിയിലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു ഏരിയാസ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ 3 to 4 days വെച്ചാണ് കൊടുക്കേണ്ടത്. ബിക്കോസ് അഡ്വാൻസ് മാത്സിന്റെ ടോപ്പിക് ആണ്, കവർ ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും. ഇനി അതേ സെയിം നമ്മുടെ റീസണിങ് റിമൈനിങ് ടോപ്പിക്സിൽ കാണാം. നിങ്ങൾക്ക് അവിടെ കുറച്ചുകൂടി വലിയൊരു ടോപ്പിക്സ് വരുന്നതാണ് നമ്മുടെ പസിൽ, അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്. സോ അവിടെ നിങ്ങൾ അതിന് കുറച്ചുകൂടി എക്സ്ട്രാ ടൈം കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നിങ്ങൾ കാണാൻ പറ്റും അവിടെ കളർ ചേഞ്ച് ചെയ്തേക്കുന്നത്, ബിക്കോസ് ഇവിടത്തോടെ നമ്മുടെ ആ ടോപ്പിക്സ് ഒക്കെ കവർ ആവും. അതിനുശേഷം പിന്നെയും നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം സിലോജിസം, പസിൽ, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അതുപോലെ ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ. സോ ഈ ഒരു ഏരിയാസിനൊക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും വീണ്ടും ഒരു വട്ടം കൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് റീസണിന്റെ കേസിൽ. ഈ ഒരു ഫസ്റ്റ് 45 daysന്റെ അകത്ത് നമ്മൾ ഈ ഒരു ബേസിക്സ് ഒക്കെ നല്ലപോലെ കവർ ചെയ്ത് നമ്മൾ പറ്റുവാണെങ്കിൽ റിവിഷന് വേണ്ടി ഒരു സമയം മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അതിനെ റിവൈസ് കൂടി ചെയ്യാനുള്ള സമയമാണ് ഈ ഫസ്റ്റ് 45 days എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബർ ഹാഫ് അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റോടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ജനറൽ അവയർനെസ് ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ ഏരിയാസിനെയും ഡെയിലി ബേസിസിൽ നല്ലപോലെ കവർ ചെയ്ത് പോവാം. നമുക്ക് എക്സാമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ NTPC എക്സാം വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ജനറൽ അവയർനെസ് വരുന്നത്. ഇതിലൊരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് നമ്മുടെ സയൻസ് പോർഷനിൽ നിന്ന് മാത്രമാണ് വരുന്നത്. 10 ക്വസ്റ്റ്യൻസ്, ഓൾമോസ്റ്റ് റഫ്ലി 10 ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഹിസ്റ്ററി, ജോഗ്രഫി എന്നുള്ള ഏരിയാസ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് പൊളിറ്റിയും എക്കണോമിക്സും. പിന്നെ നമുക്ക് സ്റ്റാറ്റിക് ആൻഡ് മിസ്ലേനിയസ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന്, കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് ആൻഡ് മിസ്ലേനിയസ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് 3 to 7 ക്വസ്റ്റ്യൻസോളം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എഗെയിൻ വളരെ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിന്റെ ഓർഡറിൽ തന്നെയാണ് അതിനെ അറേഞ്ച് ചെയ്ത്. നിങ്ങൾ കാണാൻ പറ്റും ആദ്യമേ സയൻസ് ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഒരു ഷിഫ്റ്റിന്റെ അകത്ത്. ദെൻ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് മേ ബി ഒരു 2 to 3 ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓർ മേ ബി മോർ ദാൻ ദാറ്റ് അത് കിട്ടാൻ സാധ്യതയുണ്ട്. പൊളിറ്റിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അഗെയിൻ 2 to 3 ദിവസം അവിടെയും കിട്ടാൻ സാധ്യതയുണ്ട്. ജോഗ്രഫി അഗെയിൻ 3 to 5 ക്വസ്റ്റ്യൻസ് വരെ, എക്കണോമിക്സ് ഒക്കെ 2 to 3 ക്വസ്റ്റ്യൻസ് വരെ. ആൻഡ് ഇവിടെ വരുമ്പോൾ നമുക്കത് 3 to 7 ഓർ മോർ ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. സോ ഇതെല്ലാം കൂടി ചേർത്താണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഡെഫിനറ്റ്ലി കറക്റ്റ് ഒരേ കൗണ്ട് ആയിരിക്കത്തില്ല വരുന്നത്, ഓരോ ഷിഫ്റ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി ഈ ഒരു പാറ്റേണിലായിരിക്കും അത് ഫോളോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അതേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. ഒട്ടും തന്നെ അത് മിസ്സാവല്ല. നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുമ്പോൾ പലരും മിസ് ചെയ്ത് കളയുന്ന ഒരു ഏരിയ ആണ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത്. നമ്മുടെ പ്രിപ്പറേഷൻ അനലൈസ് ചെയ്യണമെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് കഴിഞ്ഞാണ് നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ റിവിഷൻ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകാം എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വൺസ് ഈ 45 days നമ്മുടെ ബേസിക്സ് കവർ ചെയ്യാനും ഏരിയാസ് എല്ലാം കവർ ചെയ്യാനാണെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ റിവിഷൻ, പ്രാക്ടീസ്, ടോപ്പിക് വൈസ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഏതൊക്കെ എല്ലാം റിവൈസ് ചെയ്യുക, ഏതൊക്കെ വീക്ക് ആയിട്ടുള്ള ടോപ്പിക്സ് അതൊക്കെ ബെറ്റർ ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സോ നമ്മൾ നെക്സ്റ്റ് ഒരു 10 to 15 days അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ഒരു 10 to 15 days നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം ആ ഒരു ടോപ്പിക്സ് മൊത്തം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ഒരേപോലെ വരുന്ന ടോപ്പിക്സും ചെറിയ ടോപ്പിക്സൊക്കെ നമുക്ക് കമ്പൈൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ റീസണിങ്ങിന്റെ ടോപ്പിക്സ് അവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടാതെ തന്നെ എക്സ്ട്രാ കിട്ടുന്ന സമയം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിന് അതുപോലെ തന്നെ നമ്മുടെ സെയിം നമ്മുടെ ജനറൽ അവയർനെസിന്റെ ഏരിയ അതേപോലെ തന്നെ കവർ ചെയ്ത് തന്നെ കൊണ്ടുപോകുക. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് 2 to 3 hours കൊടുക്കുക. നമ്മൾ ക്വിസും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു 30 minutes എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് തുടങ്ങേണ്ട ഒരു കാര്യമാണ് സെക്ഷണൽ ടെസ്റ്റ് അല്ലെങ്കിൽ സെക്ഷണൽ മോക്ക്. നമ്മുടെ ഓരോ സെക്ഷനും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ അവയർനെസ് ഈ ഓരോ സെക്ഷൻസും എത്രത്തോളം ഇംപ്രൂവ് ആയിട്ടുണ്ട്, നമുക്ക് ഏതൊക്കെയാണ് വീക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതിലും ഏത് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ വീക്ക് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും സെക്ഷണൽ മോക്ക് ടെസ്റ്റും ഫുൾ മോക്ക് ടെസ്റ്റുകളും. അപ്പോൾ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാമിലുള്ള ഫുൾ മോക്കിന്റെ സമയം അല്ലെങ്കിൽ നമ്മുടെ ഫുൾ എക്സാമിന് കിട്ടുന്ന നമുക്ക് സമയം 90 minutes ആണ്.
പക്ഷേ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ 90 മിനിറ്റ്സ് വെച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യല്ല, നിങ്ങളൊരു 75 മിനിറ്റ്സ് ആണ് നിങ്ങൾ മോക്ക് ടെസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട സമയം. അപ്പോൾ ഈ 75 മിനിറ്റ്സ് എന്നൊരു രീതിയിൽ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് ഞാൻ 1 മണിക്കൂർ 15 മിനിറ്റ് എന്നുള്ള ലെവലിൽ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യൻ നമുക്ക് ഷഫിൾഡ് ആയിരിക്കും അല്ലെങ്കിൽ മിക്സഡ് ആയിരിക്കും. അപ്പോൾ അത് ഈ വർഷം അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ റെയിൽവേയുടെ എക്സാം നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സെയിം അതേ പാറ്റേണിൽ തന്നെ മിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ ഷഫിൾഡ് ആയിട്ട് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ കിട്ടുന്നതെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ടൈം കൊടുക്കേണ്ടത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സമയം കൊടുക്കേണ്ടത് 90 മിനിറ്റിന് പകരം പ്രാക്ടീസിന്റെ സമയത്ത് 75 മിനിറ്റ്സ് തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കുറച്ച് ലാഗ് വന്നാലും എക്സാമിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടൈം നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. 15 മിനിറ്റ്സ് എക്സ്ട്രാ കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ എക്സാം ചെയ്യുന്ന സമയത്ത്. പിന്നെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വീക്ക് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ അകത്ത് ഏതെങ്കിലും സെലക്ടഡ് ഏരിയാസ് ടോപ്പിക്സ് വീക്ക് ആണെങ്കിൽ അത് നോട്ട് ചെയ്യുക. എന്നിട്ട് അതിന് കൂടുതൽ സമയം കൊടുക്കുക നിങ്ങൾ പ്രാക്ടീസിന്റെ സമയത്ത്. ആൻഡ് വൺസ് ഈ ഒരു 10 ഡേയ്സ് റിവിഷൻ അല്ലെങ്കിൽ 10 to 15 ഡേയ്സ് നിങ്ങളുടെ ആ ഒരു റിവിഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ പോകേണ്ടത് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷനിലേക്ക്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 45 ഡേയ്സും കഴിഞ്ഞ് പിന്നെ ഒരു 20 ഡേയ്സ് 15 to 20 ഡേയ്സ് നമ്മുടെ റിവിഷനും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫൈനൽ ആ ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ ഫൈനൽ പ്രിപ്പറേഷൻ സ്റ്റേജ്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ചാപ്റ്റർ വൈസ് പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഡെയിലി 2 മോക്ക് വെച്ച് കവർ ചെയ്യുക. നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു 20 മോക്സ് കവർ ചെയ്തു. ഇത് കൂടാതെ 21, 22 എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 മോക്ക് വെച്ച് ഡെയിലി ചെയ്തു പോവാം. സോ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 80 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഓൾമോസ്റ്റ് 50 ഫുൾ മോക്ക് ടെസ്റ്റുകൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മിനിമം നിങ്ങൾ ഈ ഒരു ഷെഡ്യൂൾ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഇത് കൂടാതെ നമ്മുടെ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് നമുക്ക് എല്ലാ ഏരിയയ്ക്കും ആവശ്യം കാണത്തില്ല. നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് പിന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ടോപ്പിക് ഏതാണോ അതിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് അതിനെ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്സിന്റെ ഏരിയ മാത്രമാണ് വീക്ക് ആവുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ഏരിയയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്താൽ മതി ആ ഒരു സെക്ഷണൽ ടെസ്റ്റ്. ഇപ്പോൾ നിങ്ങളുടെ ജനറൽ അവയർനെസിന്റെ ഏരിയയ്ക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് വീക്ക് ആണെങ്കിലും അല്ലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. പക്ഷേ മാത്സ് ആൻഡ് റീസണിങ് നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഏരിയ വീക്ക് ആണെങ്കിൽ അതിന് മാത്രം നിങ്ങൾ സെക്ഷണൽ പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇനി ഫുൾ മോക്ക് ടെസ്റ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്ത് തന്നെ പോവുക. ഈ ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെ ഏരിയസ് ആണ് വിട്ടു പോകുന്നത്, ഏതൊക്കെയാണ് വീക്ക് ആയിട്ടുള്ള പോയിന്റ്സ്, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് സെപ്പറേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. ഒരു 1 to 2 hours ഈ വീക്ക് ആയിട്ടുള്ള വിട്ടുപോകുന്ന ടോപ്പിക്സ് അത് മാത്രം കവർ ചെയ്യാൻ വേണ്ടി ഒരു പ്രാക്ടീസിന് വേണ്ടി 1 to 2 hours മാറ്റി വെക്കുക. ഇപ്പോൾ 2 ഫുൾ വളരെ സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യുക. ലാസ്റ്റ് ഒരു 30 ഡേയ്സ് വളരെ സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യുക. 2 ഫുൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക, നല്ലപോലെ റിവൈസ് ചെയ്യുക. ടൈം വെക്കുന്നത് 75 മിനിറ്റ്സ് വെച്ച് തന്നെ ചെയ്തു പോവുക. അല്ലെങ്കിൽ ഒരു മോക്ക് 90 ഒരു മോക്ക് 75 വെച്ച് തന്നെ ചെയ്തു പോവുക. അത് കൂടാതെ തന്നെ നിങ്ങളുടെ ആ ഒരു ജനറൽ അവയർനെസിന്റെ പ്രാക്ടീസ് അതേപോലെ തന്നെ കൊണ്ടുപോവുക, കണ്ടിന്യൂ ചെയ്യുക. ഡെയിലി മോക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന വീക്ക് ആയിട്ടുള്ള തോന്നുന്ന നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ടോപ്പിക്സ് ഏരിയാസ് മാത്രം പ്രാക്ടീസിന് വേണ്ടി 1 to 2 hours ഫോളോ ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങളിത് ഫോളോ ചെയ്ത് കൊണ്ടേയിരിക്കുക എന്ന് വരെ ടിൽ നിങ്ങളുടെ എക്സാം വരെ. ടിൽ നിങ്ങളുടെ എക്സാം എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം എക്സാം ഇപ്പോൾ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാലും ഫെബ്രുവരി പകുതി അല്ലെങ്കിൽ മാർച്ച് തുടങ്ങിക്കഴിഞ്ഞാലും ഫസ്റ്റ് ഡേ നമുക്ക് എക്സാം കാണത്തില്ല. എക്സാം മേ ബി കുറച്ച് നീട്ടി നിൽക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ എക്സാം വരുന്നത് 10th ഡേയോ 20th ഡേ ഒക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ എക്സാം വരുന്നത്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പിന്നെയും അഡീഷണൽ ഡേയ്സ് കിട്ടുവാണ് അവിടെ. ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മുടെ 90 ഡേയ്സ് ഈ ഒരു പ്രിപ്പറേഷന് കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് അവിടെ അഡീഷണൽ പിന്നെയും നമ്മുടെ മോക്ക് എക്സാമിന് പിന്നെയും സമയം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അഡീഷണൽ 10 to 20 ഡേയ്സ് ഓർ മേ ബി മോർ ദാൻ ദാറ്റ് അത്രയും സമയം നമുക്ക് പിന്നെയും കിട്ടും. സോ നമ്മളൊരു 100 ഡേയ്സ് എടുത്താൽ പോലും നമ്മൾ ഈ 100 ഡേയ്സിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് നമ്മളൊരു 90ത്തോളം ഫുൾ മോക്ക് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരുപാട് നേരത്തെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വീക്ക് ആയിട്ടുള്ള ഏരിയയുടെ പ്രാക്ടീസും ജനറൽ അവയർനെസിന്റെ റിവിഷൻ ആൻഡ് ആ ഒരു പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക ടിൽ നമ്മുടെ എക്സാം ഡേറ്റ് വരെ. സോ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷൻ ഫോർ നെക്സ്റ്റ് കമ്മിങ് 90 to 100 ഡേയ്സ് നിങ്ങളുടെ എക്സാം വരെ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കുറച്ച് ടാർഗറ്റ്സ് ഫോളോ ചെയ്ത് തന്നെ പോവുക. ഒരു മെയിൻ ടാർഗറ്റ് ആണ് നിങ്ങൾക്കറിയാം നമ്മുടെ മോക്ക് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ടാർഗറ്റ് സ്കോർ പ്രോപ്പർലി തന്നെ കീപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോക്കിൻ്റെ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം CBT 1 ആണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ 100 ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ലൈക്ക് ഇതേപോലെ 90+ എന്നുള്ളൊരു ടാർഗറ്റ്. നിങ്ങൾ 90+ കിട്ടുന്നവരെ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്ത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ടാർഗറ്റ്സ് കീപ്പ് ചെയ്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്കറിയാം കട്ട് ഓഫ് വരാനത്ത് ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. നല്ല കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നല്ല ടാർഗറ്റ് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഏത് പോസ്റ്റ് ആണോ ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് സോൺ ആണോ ടാർഗറ്റ് ചെയ്യുന്നത്, ആ
സോണിൽ ആ ഇതിന് മുമ്പ് നടന്നിട്ടുള്ള കട്ട് ഓഫ് എത്രയാണെന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ കട്ട് ഓഫ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് ആ ഒരു കട്ട് ഓഫിനേക്കാളും +10 മാർക്സോ +5 മാർക്സോ ഒരു കൂടുതൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ടാർഗറ്റ് പ്ലാൻ ചെയ്ത് നിങ്ങളുടെ മോക്ക് ചെയ്യുക. അതിന്റെ എത്ര മോക്കാണ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ്, നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ, ആ ടാർഗറ്റ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യുന്നവരെ നിങ്ങൾ ആ മോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫോളോ ചെയ്താണ് നിങ്ങളുടെ ഈ ഒരു പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സോ നമുക്ക് ഇനി ജസ്റ്റ് 90 to 100 ഡേയ്സ് ആണ് ബാക്കിയുള്ളത്. സോ ഈ ഒരു 90 to 100 ഡേയ്സ് നിങ്ങൾ ഏറ്റവും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. നമ്മളിപ്പം കണ്ട ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് ഈ ഒരു സ്റ്റഡി പ്ലാന്റെ PDF വേണമെന്നുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ നിങ്ങൾക്ക് ഈ നമ്മളിപ്പം കണ്ട സ്റ്റഡി പ്ലാന്റെ ആ ഒരു ഡീറ്റെയിൽഡ് PDF നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു 90 to 100 ഡേയ്സ് വളരെ ക്രൂഷ്യലാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ട സമയമാണ്. ഈ 90 ഡേയ്സ് നിങ്ങൾ എങ്ങനെയാണോ എഫോർട്ട് ഇടാൻ പോകുന്നത് അതിന്റെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്ന February March ടൈമിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ഈ ഒരു ടൈം നിങ്ങൾ ഏറ്റവും നല്ലപോലെ യൂസ് ചെയ്യുക, ഏറ്റവും വൈസായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇനിയും ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ തന്നെ വീണ്ടും മീറ്റ് ചെയ്യാം. പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.